ثم بعثناكم من بعد موتكم لعلكم تشكرون. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. സൂറത്തുൽ ബഖറയുടെ 56-ാമത്തെ ആയത്തിന്റെ 2-ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഞങ്ങൾ അല്ലാഹുവെ പ്രത്യക്ഷമായി കാണുന്നത് വരെ താങ്കളെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് മൂസാ നബി അലൈഹിസ്സലാമിയുടെ ജനതയിലെ നല്ലവരും പ്രമുഖരുമായ 70 ആളുകൾ പറഞ്ഞപ്പോൾ അല്ലാഹു അവരെ ഇടിത്തി ബാധിപ്പിക്കുകയും അവർ മരണപ്പെടുകയും ചെയ്തു എന്ന് സൂറത്തുൽ ബഖറയുടെ 55-ാമത്തെ ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി. അതിനെ തുടർന്ന് 56-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സുമ്മ ബഅസ്നാകും മിൻ ബഅദി മൗതികും ലഅല്ലകും തശ്കുറൂൻ. പിന്നീട് നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങളെ നാം എഴുന്നേൽപ്പിച്ചു, നിങ്ങൾ നന്ദി ചെയ്യാൻ വേണ്ടിയെന്ന്. സഹോദരങ്ങളെ, ഇന്ന് സൂറത്തുൽ ബഖറയുടെ 56-ാമത്തെ ആയത്തിന്റെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതാനും ചില ആളുകളെ മരണപ്പെടുത്തിയതിനു ശേഷം അവരെ വീണ്ടും പുനർജീവിപ്പിച്ചു എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയ ആ സമയത്ത്, മരണപ്പെട്ടു പോയ ആ സമയത്ത് അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. പൊതുവിൽ ഒരാൾ മരണപ്പെട്ടാൽ പിന്നീട് അവർക്ക് മതത്തിലെ നിയമങ്ങളും വിധിവിലക്കുകളും ഒന്നും അവർക്ക് ബാധകമല്ല. ഒരാൾ മരണപ്പെട്ടത് മുതൽ പിന്നീട് ഖിയാമത്ത് നാളിൽ മരണപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കാനുള്ള 2-ാമത്തെ കാഹളമൂത്ത് വരെയുള്ള സമയം, അതുവരെയുള്ള ആ കാലത്തിന് ബർസഖ് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച വാക്ക്. സൂറത്തുൽ മുഅ്മിനൂനിലെ 100-ാമത്തെ ആയത്തിൽ ബർസഖ് എന്ന പേര് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സഹോദരങ്ങളെ, ചരിത്രം പരിശോധിച്ചാൽ ചില മുൻകഴിഞ്ഞുപോയ ചില മഹത് വ്യക്തിത്വങ്ങളുടെ ചരിത്രം പറയുമ്പോൾ ഈ രൂപത്തിലുള്ള ചില പ്രത്യേക സംഭവങ്ങൾ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. 100 കൊല്ലം മരണമടഞ്ഞു കിടന്ന ഉസൈർ അലൈഹിസ്സലാമിയെ പിന്നീട് ജീവിപ്പിച്ച സംഭവം സൂറത്തുൽ ബഖറയുടെ 259-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവിടെ അദ്ദേഹത്തെ കുറിച്ച് അല്ലാഹു പറയുന്നത്, മേൽക്കുരകളോടെ വീണടഞ്ഞു കിടക്കുകയായിരുന്ന ഒരു പട്ടണത്തിലൂടെ അദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിർജീവമായി പോയതിനു ശേഷം ഇതിനെ എങ്ങനെയായിരിക്കും അള്ളാഹു ജീവിപ്പിക്കുന്നത്? തുടർന്ന് അള്ളാഹു അദ്ദേഹത്തെ 100 വർഷം നിർജീവാവസ്ഥയിലാക്കുകയും പിന്നീട് അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു. അനന്തരം അള്ളാഹു ചോദിച്ചു, നീ എത്ര കാലം നിർജീവാവസ്ഥയിൽ കഴിച്ചുകൂട്ടി? 1 ദിവസമോ 1 ദിവസത്തിന്റെ അല്പഭാഗമോ ആണ് ഞാൻ കഴിച്ചുകൂട്ടിയത് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അല്ല, നീ 100 വർഷം കഴിച്ചുകൂട്ടിയിരിക്കുന്നു. നിന്റെ ആഹാരപാനീയങ്ങൾ നോക്കൂ, അവയ്ക്ക് മാറ്റം വന്നിട്ടില്ല. നിന്റെ കഴുതയുടെ നേർക്ക് നോക്കൂ, അതെങ്ങനെയുണ്ട് എന്ന്. നിന്നെ മനുഷ്യർക്കൊരു ദൃഷ്ടാന്തമാക്കുവാൻ വേണ്ടിയാകുന്നു നാം ഇത് ചെയ്തത്. ആ എല്ലുകൾ നാം എങ്ങനെ കൂട്ടിയിണക്കുകയും എന്നിട്ട് അവയെ മാംസത്തിൽ പൊതിയുകയും ചെയ്യുന്നുവെന്ന് നീ നോക്കുക എന്ന് അള്ളാഹു പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് കാര്യം വ്യക്തമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന്. സഹോദരങ്ങളെ, ഉസൈർ അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഇൻഷാ അല്ലാഹ് നമ്മുടെ പഠനം അത് 259-ാമത്തെ ആയത്തിൽ എത്തിയാൽ വിശദമായി അത് അവിടെ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. ഈ വിഷയം ഇവിടെ എടുത്തു പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സന്ദർഭങ്ങളിൽ ചില പ്രത്യേക സംഭവങ്ങൾ ദൃഷ്ടാന്തമാക്കുന്നതിന് വേണ്ടി മരിച്ചവരെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ പുനർജീവിപ്പിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുവാൻ വേണ്ടിയാണ്. ഇതുപോലെ സൂറത്തുൽ ബഖറയിലെ 243-ാമത്തെ ആയത്തിൽ കാണാം, മരണം ഭയന്ന് തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ഓടിയകന്ന ഒരു കൂട്ടം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കുകയും ശേഷം അവരെ ജീവിപ്പിക്കുകയും ചെയ്ത സംഭവം. ഈ ചരിത്രവും ഇൻഷാ അല്ലാഹ് നമ്മുടെ പഠനം അത് 243-ാമത്തെ ആയത്തിലെത്തിയാൽ വിശദമായി അത് അവിടെ വെച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. അതേപോലെ തന്നെ സഹോദരങ്ങളെ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമയുടെ ദൃഷ്ടാന്തങ്ങളെ വിവരിച്ച കൂട്ടത്തിൽ അദ്ദേഹം അള്ളാഹുവിന്റെ അനുമതിയോടെ മരണപ്പെട്ടവരെ ജീവിപ്പിക്കുമെന്നുള്ളത് അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്ന ഒരു ചരിത്രമാണ്.
അള്ളാഹുവിന്റെ അനുവാദപ്രകാരം ജന്മനാ കാഴ്ചയില്ലാത്തവനെയും പാണ്ഡുരോഗിയെയും ഞാൻ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുകയും ചെയ്യുമെന്ന് ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞത് സൂറത്തുൽ ആൽ-ഇംറാനിലെ 49-ാമത്തെ ആയത്തിൽ കാണാൻ കഴിയും. ഇതേ സംഭവം സൂറത്തുൽ മാഇദയിലെ 110-ാമത്തെ ആയത്തിലും പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന ഒരു ചരിത്രമാണ്. എന്നാൽ സഹോദരങ്ങളെ, മരണത്തിന് ശേഷം ഈ രൂപത്തിലുള്ള ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അള്ളാഹു ചില ആളുകൾക്ക് ജീവൻ നൽകിയത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. ജീവൻ നഷ്ടപ്പെട്ട് ജീർണിച്ചു പോയ ചില ശരീരങ്ങൾ അള്ളാഹു ആ ശരീരങ്ങൾക്ക് ജീവൻ നൽകുകയും സജീവമാക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഈ രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള കഴിവ് സഹോദരങ്ങളെ അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ലോകത്തെ ഒന്നുമില്ലാത്ത തീർത്തും ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹുവിന് ഇത്തരം അത്ഭുതങ്ങളും അമാനുഷികമായ കാര്യങ്ങളും കാഴ്ചവെക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതാണ് ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ബഖറയിലെ 56-ാമത്തെ ആയത്തിൽ അള്ളാഹുവിനെ പരസ്യമായി കാണുകയാണ് എങ്കിൽ മാത്രമാണ് ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് മൂസാ നബി അലൈഹി സ്വലാമിയുടെ ജനത വാശി കാണിച്ചപ്പോൾ അവരെ പിടികൂടിയ ഇടിത്തിയും അതിൽ അവർ മരിക്കുകയും ശേഷം അള്ളാഹു അവർക്ക് ജീവൻ നൽകുകയും ചെയ്ത സംഭവം അത് അറിയിക്കുന്നത് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പരലോകത്തിന്റെ സംഭവ്യത അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അന്ത്യനാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിഭിന്ന രീതികളിൽ പരിശുദ്ധ ഖുർആൻ പരാമർശിച്ചത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ഉറപ്പു കൊടുക്കുന്നതിന് വേണ്ടി മരണപ്പെട്ട വ്യക്തികളെ പുനർജീവിപ്പിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമുള്ള കാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഈ രൂപത്തിൽ മരണപ്പെട്ട ചില ആളുകൾക്ക് അള്ളാഹു ജീവൻ തിരിച്ചു നൽകി എന്ന് പറയുന്ന ചരിത്രങ്ങൾ അത് പണ്ഡിതന്മാർ മരണാനന്തര ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഉദ്ധരിക്കാറുള്ള തെളിവുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ ആയത്തിലും പരിശുദ്ധ ഖുർആൻ പരാമർശിച്ച സംഭവം. പിന്നീട് നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങളെ നാം എഴുന്നേൽപ്പിച്ചു നിങ്ങൾ നന്ദി ചെയ്യാൻ വേണ്ടി എന്ന്. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 56-ാമത്തെ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഭാഗം. ഇനി നമുക്ക് ഈ 56-ാമത്തെ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാ അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ആ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.